എത്രയെത്ര കാണാൻ കൊള്ളാവുന്ന ആണുങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നതാ. അവസാനം എനിക്ക് കിട്ടിയത് സംശയ രോഗിയായ ഒരു പൂതര ഭർത്താവിനെ. ഈശ്വരാ, എത്തി. കാത്തോളെ ദൈവമേ. അയ്യോ, കയ്യെന്താ ഇങ്ങനെ പിടിച്ചിരിക്കുന്നേ? എന്റെ മോളിൽ രണ്ടു പേരിൽ ഏതെങ്കിലും ഒന്നിലൊന്ന് തൊട്ടെ. എന്തിനാട്ടാ? ഒന്ന് തൊടന്റെ മുത്തേ. ചേട്ടന്റെ ആഗ്രഹമല്ലേ, ഇതാ തൊട്ടും. ആഹാ, അപ്പാ സുജിത്താണല്ലേ നിന്റെ കള്ളക്കാമ്പ്. നീ വലത്തെ വരലാണെന്ന് തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ് പഠിക്കുപോയ സുരേഷായിരുന്നു. ഓ, വീണ്ടും തുടങ്ങിയ സംശയം. നിങ്ങൾ ഈ പറയുന്ന സുജിത്ത് ഒരു ചെറിയ പയ്യനല്ലേ? പയ്യൻ ഇടി വോൾവോയും ടിപ്പർ ഓടുന്ന അതേ റോട്ടിൽ കൂടി തന്നെയാണ് ഞാനോക്കാർ ഓടുന്നത്. ഇനി നിങ്ങൾ എന്നെ സംശയിച്ച ഞാൻ നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് കെട്ടി തൂക്കിച്ചാകും. പണി പാടുമല്ല. ഒരു തമാശ പറയാനും സമ്മതിക്കത്തില്ല. ഇങ്ങോട്ട് നോക്കി, ഇനി ഈ വീട്ടിൽ സംശയത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നേരാണോ? ആ, സത്യം. അത് കൊള്ളാം. ഇപ്പൊ നിനക്കായോ സംശയം? ഓ, എന്റെ കൃഷ്ണ. ആരാണ് കൃഷ്ണൻ? നീ അവൻ തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾ തമ്മിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ടോ? ഫേസ്ബുക്കിൽ അവൻ നിന്റെ ഫ്രണ്ട് അല്ലേ? അയ്യോ, നിർത്തിക്കേ. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. എന്നിട്ടും അവൾ ആ റൂട്ട് വിട്ടില്ല. 16,008 കാമുകിമാരുള്ള കൃഷ്ണനെ തന്നെ വിളിച്ചു. എന്തുകൊണ്ടാണ് ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ വിളിക്കാഞ്ഞ്? എന്നാ ഇനി രാമനെ തന്നെ വിളിച്ചേക്കാം. എന്റെ രാമാ. എന്നാ ചേച്ചി വിളിച്ചേ? അങ്ങോട്ട് വന്നോ? വേണ്ട, ഇപ്പൊ ഞാനിവിടെ ഉണ്ട്. ഞാൻ ഇല്ലാത്തപ്പോ ഒളിച്ചും പാത്തും പതുങ്ങിയും വേലി ചാടി വാ. ചേട്ടാ, നിങ്ങൾ ഈ വീട്ടിൽ താമസത്തിന് വന്നതിന് ശേഷം ഞാൻ എന്റെ വീട്ടിൽ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടില്ല. നീയൊക്കെ ഉറങ്ങാത്ത കൊണ്ടാണ് എന്റെ ഉറക്കം പോയത്. രാമ, നിനക്ക് അറിയാമോ, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇങ്ങനെ എന്നെ സംശയമാ. അല്ലടി, കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ ചേട്ടൻ ചേച്ചിനെ തന്നെ കെട്ടിയത്? വിട്ടായി തിന്നുമ്പോ ആരെങ്കിലും കരുതുവോ പിന്നീട് വലിയ ഉള്ളു തിന്നു വന്നു? എന്തിനാ ചേട്ടാ തൊട്ടാനും പിടിച്ചാനൊക്കെ ഈ വഴക്കുണ്ടാക്കുന്നത്? എന്തിനാണെന്ന്? എടാ, നീ ഇല്ലാത്ത സമയത്ത് നിന്റെ ഭാര്യനെ ആരെങ്കിലും തൊടിയാൻ പിടിക്കുകയും ചെയ്താ നീ എന്ത് ചെയ്യും? അവന്റെ തല ഞാൻ വെട്ടും. അത്രയൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ ഞാൻ ദൈവത്തെ പോലെയാ കാണുന്നത്. എന്നിട്ടാണോ ചേട്ടാ ഈ ചേച്ചി ഇങ്ങനെ സംശയിക്കുന്നത്? നീ ഇതേ ഇങ്ങോട്ട് നോക്കി. ഇതെന്നെ ദൈവത്തിന്റെ തലക്കിട്ടേ ചെരവക്കടിച്ചതാ. ആരും ഈ നിൽക്കുന്ന ഭക്ത. ചേട്ടാ, ഉപദേശിക്കുവാണെന്ന് വിചാരിക്കരുത്. സ്ത്രീ ദേവിയാണ്, പ്രകൃതിയാണ്, അമ്മയാണ്. ആഹാ, എന്നിട്ട് നിന്റെ അമ്മ ഇപ്പൊ എവിടെയുണ്ട്? അമ്മ വൃദ്ധസദനത്തില്. 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം അമ്മയ്ക്ക് അവിടെ അടിപൊളിയായിട്ട് ജീവിക്കാം. അതിനുള്ള പണി അമ്മ അവിടെ ചെയ്യുന്നുണ്ട്. കൊള്ളാം. സ്വന്തം തള്ളേനെ വൃദ്ധസദനത്തിലാക്കിയിട്ട് അവൻ ഇവളുടെ സൈഡ് പറയാൻ വന്നേക്കുന്നു. ഇറങ്ങിപ്പോടാ എന്റെ കുടുംബത്തിൽ നിന്ന്. നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല. നീ നന്നാവത്തില്ല. നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല. നീ ഒരിക്കലും നന്നാവത്തില്ല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവില്ല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവില്ല. നിർത്തിക്കേ. ആര് പറഞ്ഞു നന്നാവില്ലെന്ന്? രണ്ടുപേരും നന്നായിട്ട് ഫുഡ് കഴിച്ചേ നല്ല തക്കട് മുണ്ടന്മാരാവും. ഇറങ്ങി പോടാ ഇവിടുന്ന്. ചേച്ചി, ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ടൗൺ വരെ പോയിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി. എന്റെ ഈശ്വര, ഇങ്ങനെ ഒരു സംശയ രോഗിയുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. ആ പാലത്തിൽ നിന്ന് എടുത്ത് ചാടിയാലോ? അല്ലെങ്കിൽ വേണ്ട, പാലിൽ വിഷം ചേർത്ത് മരിക്കാം. ചേച്ചി, ചേച്ചി, ഇതാരും ഇല്ലേ? ആരാ? ചേച്ചി, ഞാൻ S&S കമ്പനിയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ. അയ്യോ, ഇവിടെ ഒന്നും വേണ്ട. ചേച്ചി, സാരി ഉണ്ട്, ചുരിദാറുണ്ട്, ടോപ്പ് ഉണ്ട്, എല്ലാം വെറൈറ്റി ഐറ്റംസാ. എന്റെ പൊന്നു കുഞ്ഞെ, ഇവിടെ ഒന്നും വേണ്ട. ചേച്ചി, ഇതൊന്ന് നോക്കിയേ. ഇതിന്റെ കടയിൽ എന്ത് വില കൊടുക്കേണ്ടി വരും? ഒരു 1500 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും. വെറും 350 രൂപയ്ക്ക് ഞങ്ങൾ തരാം. ഓരോരുത്തരും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ തന്നാൽ മതി. എല്ലാ ബുധനാഴ്ച ഞാൻ വന്ന് മേടിച്ചോളാന്ന്. എന്നാലും വേണ്ട. അതെ, എന്റെ ഭർത്താവിന് ഭയങ്കര സംശയം. നീ ഇങ്ങനെ ഇവിടെ കയറി ഇറങ്ങി പോയാ പിന്നെ ഇനി അത് മതി. ഒന്നും സഹകരിക്കുക ചേച്ചി. ഞാനില്ലാത്ത പാലട എന്റെ ഭാര്യയോട് സഹകരിക്കാൻ പറയുന്നത്. തൽക്കാലം ഓടിച്ചിരുന്നെല്ലാം കേൾക്കാം. ഇതെവിടെ വരെ പോകുമെന്ന് അറിയട്ടെ. ഏയ്, ഇത് ശരിയാവില്ലെന്നേ. എന്ത് ശരിയാവില്ലെന്ന്? എന്നാലും ചേട്ടനോട് ചോദിക്കാതെ. എന്റെ ചേച്ചി, ഇതിനൊക്കെ ആരെങ്കിലും ഭർത്താവിനോട് അനുവാദം ചോദിക്കുമോ? ചേച്ചിക്ക് ഇഷ്ടമായോ? അതാണ് പ്രധാനം. വളച്ചു റൂട്ടിൽ കൊണ്ടുവരുമോ? അല്ലടാ തെണ്ടി. എന്നാലും ഇത് ശരിയാവത്തില്ല. ചേച്ചിക്ക് അറിയാവോ, ചേച്ചിയെ പോലുള്ള 10 പേര് എനിക്ക് ഈ വാർഡിൽ തന്നെ ഉണ്ട്. അപ്പൊ നിനക്കിതൊരു കൃഷിയ അല്ലടാ പട്ടി. അപ്പുറത്തെ വീട്ടിലെ സുമംഗല ചേച്ചിയില്ലേ, പുള്ളിക്കാരിക്കും ചേച്ചീനെ പോലെ തന്നെയാ. ഭർത്താവ് പറഞ്ഞ വിഷയം പറഞ്ഞ് സമ്മതിക്കലായിരുന്നു. എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടെ പോകാറുണ്ട്. എന്റെ ചേച്ചി കഴിഞ്ഞ ബുധനാഴ്ച അവരുടെ ഭർത്താവിനെ കയ്യോടെ പൊക്കി. എന്നിട്ട് എന്താ പുള്ളി പറയുക, ഇതിനൊക്കെ എന്ത് അനുവാദം ചോദിക്കാതിരിക്കണു, ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേന്ന്. അവനൊക്കെ ഒരു ഭർത്താവാണ്, ഒരു ചാകാമേ. ചേച്ചി, ഒരു ഗ്ലാസ് വെള്ളം തരുമോ? അതിനെന്താ, ഇപ്പൊ കൊണ്ടുവരാം. ഇതൊക്കെ കണ്ടിട്ടും പ്രതികരിച്ചില്ലേ? പിന്നെ ഞാനൊരു പുരുഷനല്ല. രണ്ടിനെ ഇന്ന് തലക്കടിച്ച് കൊന്നിട്ട് തന്നെ ബാക്കിയായി. മോഹിനി
മിഴിയോടെ ദാഹിക്കും ചേതന. ഈ പാലോ? എന്നാ പിന്നെ പാല് തന്നെ ആയിക്കോട്ടെ. അയ്യോ, ആ പാല് കുടിക്കില്ലേ? ആ പാലില് പോയിസൺ ചേർത്താ. കള്ളത്തരം പറയല്ലേ, ഇന്നെ അത് പായസം ഒന്നും ചേർത്തിട്ടില്ല. പായസം അല്ലടാ പൊട്ട, പോയിസൺ, വിഷം ചേർത്തതാന്ന്. അയ്യോ, ദേ ചേട്ടൻ വന്നു. എവിടെങ്കിലും ഒന്ന് പോയി ഒളിക്കോ? ഞാനെന്തിനാ വിളിക്കണത്? ദൈവമേ, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഭയങ്കര സംശയം. നമ്മള് രണ്ടുപേരും കൂടെ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ യുദ്ധം നടക്കും. ആണോ? എന്നാ ഞാൻ ഇവിടെ എവിടെയെങ്കിലും വിളിക്കാം. ചേച്ചി എങ്ങനെയാണ് ചേട്ടനെ അടുത്ത മുന്നിൽ കൊണ്ടുപോകും? അന്നേരം ഞാൻ ഓടി രക്ഷപ്പെടണം. ചേട്ടൻ വന്നോ? അതെന്താടി ഞാൻ വരേണ്ടായിരുന്നു? അല്ല, വരണം വരണം. പിന്നെ എന്താടി നിന്ന് പരിങ്ങുന്നത്? ചേട്ടന് തോന്നില്ല. എല്ലാ തോന്നലും ഞാൻ ഇന്നത്തെ കൊണ്ട് തീർക്കോടി. ആരാടി ഇപ്പൊ ഇവിടെ പാല് കുടിച്ചത്? കൊഞ്ഞിനെ മൊത്തം കാര്യം പറയണി. ഞാനാ. നീ എന്തിനാടി ഇപ്പൊ പാല് കുടിച്ചത്? ടെൻഷൻ കൊണ്ടാ. ഓഹോ, ടെൻഷൻ വന്നാ ഉടനെ ചാടിക്കൽ പാല് കുടിക്കും. പിന്നെ അങ്ങനെയാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ. അവർ 24 മണിക്കൂറും പാല് കുടിയല്ലേ. ചേട്ടാ വാ, നമുക്ക് അകത്തേക്ക് പോകാം. എന്തിന്? വാ ചേട്ടാ. കാര്യം പറയണി. വാ ചേട്ടാ. എന്താടി പാട്ട് പാടിയപ്പോ ഇക്കിള്? അതിന് ഹൈപ്പിച്ച് പാടിയപ്പോ ഇക്കിളെടുത്തതാ. ഓഹോ, അങ്ങനെയാണ് യേശുദാസൊക്കെ ഇക്കിള് വന്ന് ഊപ്പാട് വന്ന് കാണുമല്ലോ. അതിന് അങ്ങനെ എന്തോരം പാട്ടാ കൈപ്പിച്ച് പാടിയേക്കുന്നത്. ഒരു കാര്യം നീ ലോപ്പിച്ചിരുന്ന് പാടിക്കേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഇക്കിട്ടോ കൊല്ലും ഞാൻ. ആരടി നീ ഇപ്പൊ കൊല്ലുന്ന് പറഞ്ഞത്? അയ്യോ, ഞാനത് എന്നോട് തന്നെ പറഞ്ഞതാ. ഉം.